തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മുസ്ലിം ലീഗും സമസ്തയും തമ്മിലുള്ള ഭിന്നത തുടരുകയാണ്. സമസ്ത മുഷാവറ അംഗം ഉമർ ഫൈസി മുക്കം ലീഗ് നേതൃത്വത്തെ രൂക്ഷമായി വിമർശിക്കുന്നതാണ് പുതിയ പ്രതിസന്ധിയുടെ കാരണം. എന്നാൽ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല ഉമർ ഫൈസിയുടെ വാക്കുകളെന്നും ഫാസിസത്തിനെതിരെയുള്ള പോരാട്ടത്തിന്റെ സമയമാണിതെന്നുമാണ് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രതികരണം. സമീർ സി മുഹമ്മദ് കോഴിക്കോട്. സമീർ, വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഹാഷ്മി ആൻഡ് ക്രിസ്റ്റീന. ഗംഭീര ഷർട്ടാണ്. അപ്പോൾ സമീറെ, ഈ സമയത്ത് ഉമർ എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ ഇനി ആകെ 3 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഈ സമയത്ത് ഉമർ ഫൈസി മുക്കം ഇങ്ങനൊരു ബോംബ് പൊട്ടിക്കുമെന്ന് ലീഗ് നേതൃത്വം സ്വപ്നേബി കരുതിയതാണോ? അത് ഉണ്ടാക്കാനുള്ള ഡാമേജിനെ എങ്ങനെ ഡാമേജ് കൺട്രോൾ എന്നാണ് പണക്കട്ടെ ആലോചന? ലീഗ് നേതൃത്വം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്താണ് സംസ്ഥയുടെ മുഷാവറ അംഗമായിട്ടുള്ള ഉമർ ഫൈസി മുക്കം ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തെ രൂക്ഷമായി വിമർശിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അതിന്റെ വിവിധ വിഷയങ്ങളെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. ഇസ്ലാമിക് കോളേജുകളുടെ കൂട്ടായ്മയായിട്ടുള്ള CIC-യുമായി ബന്ധപ്പെട്ട് സംസ്ഥ വ്യക്തമായ നിലപാട് എടുക്കുന്നു. അതായത് CIC-യുമായി ബന്ധപ്പെട്ട ഒരു പരിപാടികളിലും സംസ്ഥയുടെയോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ പങ്കെടുക്കരുത് എന്നുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശം നൽകുന്നു. എന്നാൽ അതിന് ഗണ്ണിച്ചുകൊണ്ടാണ് സാദിഖ് അലി തങ്ങൾ തന്നെ അത്തരം ഒരു പരിപാടികളിൽ പങ്കെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതോടൊപ്പം തന്നെയാണ് ചില അഭിപ്രായം പറയുന്ന വേളയിൽ അതിനെല്ലാം തന്നെ സംസ്ഥയിൽ സഖാക്കളുണ്ട് എന്നുള്ള വിമർശനമായിക്കൊണ്ട് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം രംഗത്ത് വന്ന് ആ വിഷയത്തിൽ ആരും തന്നെ സലാമിനെ തിരുത്താൻ തയ്യാറായതുമില്ല. ഏറ്റവും ഒടുവിൽ പൊന്നാനിയിലെ ഇടത് സ്ഥാനാർത്ഥിയായിട്ടുള്ള KS ഹംസ ഉന്നയിച്ച വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് പാണക്കാട് കുടുംബത്തിലേക്ക് കേന്ദ്ര ഏജൻസി അന്വേഷണമായി എത്തുകയും ഹൈദരലി തങ്ങളെ വിശദമായി ചോദ്യം ചെയ്യുന്ന ഘട്ടമുണ്ടായത്. കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് സംശയത്തിന് മുൾമുനയിൽ നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതുമായി ബന്ധപ്പെട്ട് ശാരീരികവും മാനസികമായി കൊണ്ടും തളരുന്ന ഒരു ഘട്ടം ഉണ്ടാവുകയും അതിനൊടുവിൽ നീണ്ട ചികിത്സക്കൊടുവിൽ ഹൈദരലി തങ്ങൾ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു. അത്തരം കാര്യങ്ങൾക്കെല്ലാം തന്നെ ഇടയാക്കിയത് ഇപ്പോഴത്തെ നേതൃത്വമാണ് എന്നും ഉമർ ഫൈസി പറയുന്നു. ആ സാഹചര്യങ്ങളെല്ലാം തന്നെ മുസ്ലിം ലീഗിന്റെ അണികളും അതുപോലെ സംസ്ഥയുടെ അണികളും തിരിച്ചറിയും എന്ന കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. തെരഞ്ഞെടുപ്പിന് ഇനി 3 ദിവസം മാത്രം ശേഷിക്കുകയാണ് ഇത്തരം ഒരു പരാമർശം വരുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിട്ടുള്ള പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ആ വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കാം എന്നല്ല അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ ഉമർ മുഖ്യത്തിന്റെ ഈ പരാമർശങ്ങളെ ഒന്നും തന്നെ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടതില്ല. ഇപ്പോൾ വർഗീയ ശക്തികളെ അധികാരത്തിൽ നിന്ന് നീക്കുന്നതിനായിട്ടുള്ള നടപടികളാണ്, ഫാസിസത്തിനായിട്ടുള്ള പോരാട്ടമാണ്. അത്തരം വേളയിൽ ഇത്തരം കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യേണ്ടതേ ഇല്ല എന്ന നിലപാട് സാദിഖ് അലി തങ്ങൾ എടുക്കുന്നു. ഇത്തരത്തിൽ 2 ഘട്ടങ്ങളിൽ, അതായത് സമസ്ത മറ്റൊരു നിലപാടിലേക്കും ലീഗ് നേതാക്കൾ മറ്റൊരു നിലപാടിലേക്കും പോകുമ്പോൾ സ്വാഭാവികമായും അത് മലബാറിൽ പ്രത്യേകിച്ചും വലിയൊരു തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ അത് സ്വാധീനിക്കപ്പെടും എന്നതിൽ സംശയമില്ല. കാരണങ്ങളായിക്കൊണ്ട് EK സുന്നി വിഭാഗത്തിന്റെ വോട്ട് UDF ലഭിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. അതിനിടയിലാണ് ഇത്തരം ഒരു പരാമർശത്തിലേക്ക് സംസ്ഥാന നേതൃത്വം പോകുന്നതും അതുമായി ബന്ധപ്പെട്ട് ലീഗിനകത്ത് UDF-നകത്ത് വലിയൊരു ആശങ്ക സൃഷ്ടിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള സമവായ ശ്രമങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഹാഷ്മി, ക്രിസ്റ്റീന. തീർച്ചയായിട്ടും സമവായ ശ്രമങ്ങളൊക്കെ നടക്കട്ടെ. സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും അത് ഉണ്ടാക്കാനിടയുള്ള ആഘാതം ലീഗ് നേതൃത്വം തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അതിൽ പ്രതികരിച്ചാൽ അത് കൂടുതൽ ചർച്ചയാകും. കൂടുതൽ ചർച്ചയായാൽ അതിൻ്റെ ക്ഷീണം ആർക്കാണ് എന്ന ബോധ്യം അവർക്കുണ്ട്. എന്തായാലും മലബാർ രാഷ്ട്രീയം വളരെ ഇൻട്രസ്റ്റിംഗ് ആയി മുന്നോട്ട് പോവുകയാണ് ക്രിസ്റ്റീന.